ഹായ് ഒരുവാൻ, എൻ്റെ പേര് ഷാർലറ്റ്. ഞാൻ റീസെൻ്റ്ലി ഓസ്കി വിന്നറാണ്. എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. ഞാൻ എൻ്റെ ഓൺലൈൻ ട്രെയിനിങ് സോണി മാമിൻ്റെ ആയിരുന്നു എടുത്തിരുന്നത്. ആക്ച്വലി ഞാൻ സോണി മാമിൻ്റെ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് ഓസ്കിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ മാമിൻ്റെ ഓരോ ക്ലാസ് കയറുമ്പോഴും മാം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് മാം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഓസ്കിയുടെ റൂമിൻ്റെ മുമ്പിൽ ഒരു ചിറ്റ് പേപ്പറിൽ എഴുതണം, അവിടെ കൊണ്ടുവന്ന ഒരു കാർഡിയക് ടേബിൾ വെക്കണം, അവിടെ ആ പൊസിഷൻ, നമ്മുടെ ഹാൻഡ് റബിൻ്റെ പൊസിഷൻ, ഇതെല്ലാം മാം വളരെ വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ശരിക്കും അത് ഓർത്തെടുക്കാൻ എന്ന് എന്താണ് മാം പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിന് കയറിയ സമയത്ത് എനിക്ക് ശരിക്കും ഞാൻ മാമിൻ്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് ആണ് ശരിക്കും എനിക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ഓരോ റൂമിൽ കയറുമ്പോഴും ഹാൻഡ് റബ്ബൊക്കെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റി. മാം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ പറ്റി. പക്ഷെ എന്നാലും അൺഫോർച്യുനേറ്റ്ലി ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായിരുന്നു. ബട്ട് ഞാൻ ഫെയിലാണെന്ന് മാമിനോട് പറഞ്ഞപ്പോൾ മാം തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് എനിക്കൊരിക്കലും വേറൊരിടത്തുനിന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. മാം കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെൻ്റൽ സപ്പോർട്ടും കൂടി നമുക്ക് തരുന്നുണ്ട്. മാം ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്താണ്, മാമിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണെന്നല്ല, മാം നമുക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരണമെന്നും വളരെ ക്ഷമയോടെ കൂടി ഓരോരുത്തരും ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വരെ മാം ഒരുപാട് ക്ഷമയോട് കൂടി നമുക്ക് ആൻസർ പറഞ്ഞു തരുന്നുണ്ട്. അതിന് ഞാൻ ഹാറ്റ്സ് ഓഫ് മാം. എനിക്ക് എന്താ പറയുക, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ മാം ഒരുപാട് മാം എഫോർട്ട് ഇടുന്നുണ്ട് ഓരോ സ്റ്റുഡൻസിനും. ഇപ്പോൾ ഓരോരുത്തരും മാമിന് മെസ്സേജ് അയക്കുമ്പോൾ ഫെയിലായി എന്ന് പറയുമ്പോൾ മാം കൊടുക്കുന്നൊരു സപ്പോർട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വലിയൊരു ശക്തി തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ ഞാൻ രണ്ടാമത് എഴുതാൻ നേരത്തും ഞാൻ ഓഫ്ലൈൻ എടുത്തില്ല, ജസ്റ്റ് പോയി ഒബ്സർവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മാം പറഞ്ഞു ഹാൻഡ്സ് ഓൺ ചെയ്യണം, മീൻസ് നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം, ഫ്രീ ഉള്ളപ്പോൾ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മാം അത്രയും ബിസി ആയിട്ടുള്ള ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുമ്പോൾ മാമിൻ്റെ ഒരു ഡെഡിക്കേഷനാണ് അവിടെ കാണുന്നത്. അതിനെന്തായാലും ഹാറ്റ്സ് ഓഫ് മാം. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് മാം ചെയ്യുന്ന ഓരോരുത്തരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ആ ക്ലാസ് മുന്നോട്ട് പോകുന്നതിന് മാമിൻ്റെ ടൈമും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഒരുപാട് ഈശ്വരനോട് നന്ദി മാം. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഞാൻ എന്തായാലും മാമിൻ്റെ ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. എന്താ പറയുക, ദൈവം ഒരുപാട് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഇനിയും ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടട്ടെ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ എഫേർട്ട്. മാമിൻ്റെ എഫേർട്ട് ഇല്ലെങ്കിൽ ഞാൻ എനിവേ സെക്കൻഡ് അറ്റംപ്റ്റ് തകർന്നു പോയാണ്. താങ്ക് യു so much.